ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാദമി. അപ്പോൾ വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നിങ്ങൾ ഓൾറെഡി ബാക്കിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പ്രൊജക്ട് ടൈഗർ. അപ്പോൾ മക്കളെ, നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട ഒരു ചാപ്റ്ററാണിത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കുറേയധികം ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ഇത് ഇന്ന് എക്സാമിന് മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൻ്റെ ഒരു കുഞ്ഞു സമ്മറിയൊക്കെയാണ് മിസ് ഇന്നോട് പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രൊജക്ട് ടൈഗർ ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്? സത്യജിത് റായുടെ ഒരു മെമ്മോയറാണ് എന്ത് പ്രൊജക്ട് ടൈഗർ. അതായത് അയാളുടെ ജീവിതത്തിൽ ശരിക്കും സംഭവിച്ച അയാളൊരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ പറയണത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സത്യജിത് റായിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ സത്യജിത് റായ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ് ആര്? നമ്മുടെ സത്യജിത് റായ്. അപ്പോൾ എല്ലാവരും ആളുടെ പേരൊന്ന് ഓർമ്മിച്ച് വെക്കുക. പിന്നെ എഴുതുമ്പോൾ എന്താണ് ഫേമസ് ഇന്ത്യൻ ഡയറക്ടർ ആണെന്നും കൂടി എന്ത് ചെയ്യുക, ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ജസ്റ്റ് ഒന്ന് ചാപ്റ്ററിൻ്റെ ഒരു സമ്മറിയാണ് മിസ്സി കൊടുത്തേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള സമ്മറിയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി, ഈ സമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നരേഷൻ, റൈറ്റപ്പ്, സമ്മറിക്ക് ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, എല്ലാ ചാപ്റ്ററിൻ്റെ സമ്മറി പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ സമ്മറി എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കേട്ടിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കോമെൻറ്റിൽ പറയാം. The famous Indian filmmaker Satyajit Ray is describing his various first-hand experience of using animals in films. അതായത് ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ റൈറ്ററായ സത്യജിത് റായ് എന്താണ്, അയാളുടെ കുറച്ച് ഫസ്റ്റ് ഹാൻഡ് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യണം ഒരു കാര്യമാണെന്ത്, ഒരു ആനിമലിനെ അയാളുടെ സിനിമയിൽ അഭിനയിപ്പിക്കുക എന്നുള്ളത്. അതായത് ആദ്യമായി ഫിലിം ഇൻഡസ്ട്രി ചെയ്യുന്ന കാര്യമാണെന്നല്ല, അതായത് അയാളുടെ സിനിമയിൽ ആദ്യമായിട്ടാണ് എന്തിനെ അഭിനയിപ്പിക്കുന്നത്, ഒരു ആനിമലിനെ അഭിനയിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ആനിമലിനെ അഭിനയിപ്പിച്ചിട്ടുള്ള അയാളുടെ കുറച്ച് എക്സ്പീരിയൻസുകളാണ് എന്തിൽ പറയണത്, ഈ ഒരു ചാപ്റ്ററിൽ പറയണത്. ഓക്കെ, he is starting this narrative with Hollywood and its animal actors. അതായത് ഇയാൾ ഈ ഒരു നരേറ്റീവ് സ്റ്റാർട്ട് ചെയ്യണത്, അതായത് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണത് ഹോളിവുഡിനെ പറ്റി പറഞ്ഞിട്ടും ഹോളിവുഡിലുള്ള, അതായത് ഹോളിവുഡിലെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആനിമൽ ആക്ടേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുമാണ്. ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി നോക്കിയേ. He remembers an Alsatian called Rin Tin Tin and a collie called Lassie which were impressive. അതായത് അയാൾ ചെറുതായിരിക്കുന്ന സമയത്ത് എന്താണ്, ഇയാൾ കുറേ അധികം ഹോളിവുഡ് ഫിലിംസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് എന്താണ്, ഹോളിവുഡ് ഫിലിംസിലാണ് എന്ത് കൂടുതലായിട്ട് ആനിമൽസിനെ യൂസ് ചെയ്യണത്. മനസ്സിലായോ? കൂടുതലായിട്ട് ഫിലിംസിൽ ആനിമൽസിനെ യൂസ് ചെയ്യുന്നത് ഏത് ഇൻഡസ്ട്രിയിലായിരുന്നു? ഹോളിവുഡിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഹോളിവുഡിൽ അന്നത്തെ കാലത്ത് അഭിനയിച്ച കുറച്ച് ആനിമൽസ് അത് അയാൾ എടുത്ത് പറയുന്നുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് അൽസേഷ്യൻ, ഒരു അൽസേഷ്യൻ ഡോഗാണ്, അതിൻ്റെ പേരാണെന്ത് റിൻ ടിൻ ടിൻ. അത് മാത്രമല്ല വേറൊരു ഡോഗാണിത് കോലി, അതിൻ്റെ പേരാണെന്ത് ലാസി. അപ്പോൾ ഇവരുടെ അഭിനയിക്കുക എന്താണ്, ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ബാക്കി നോക്കിയേ. He happened to watch the shooting of a film in Disney studio in which the main character was a dog. അപ്പോൾ ഇയാൾ എന്താണ്, ഒരു ഷൂട്ടിംഗ് കാണാൻ പോവാണ്. എവിടെയാണ് കാണാൻ പോണത്? ഡിസ്നി സ്റ്റുഡിയോയിൽ ഒരു ഷൂട്ടിംഗ് കാണാൻ പോവാണ്. ഓക്കെ, ഇനി ആ ഒരു ഷൂട്ടിംഗ് ചെയ്യണ ആ ഒരു ഫിലിമിലെ മെയിൻ ക്യാരക്ടർ ആരായിരുന്നു? ഒരു ഡോഗായിരുന്നു. ഇത്രയും ഓർമ്മിച്ച് വെക്കുക. ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോവാണല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ ഒരു സിനിമയിലെ മെയിൻ ക്യാരക്ടർ ആരായിരുന്നു? ഒരു ഡോഗായിരുന്നു. ഓക്കെ, that animal was treated very reverently with the status of a superstar and enjoyed even the facility of a stand-in. അതായത് ആ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടല്ലേ, അതായത് അനിമൽ ആക്ടേഴ്സിനെ ഭയങ്കര ബാഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്ന ഒരു ധാരണ ആർക്കുണ്ടായിരുന്നു? നമ്മുടെ റായ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു ലൊക്കേഷനിലോട്ട് പോയപ്പോൾ, ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പോയപ്പോഴാണ് എന്ത് മനസ്സിലാവണത്, അതായത് എന്താണ്, ഈ ഒരു അനിമൽ ആക്ടേഴ്സിന് എന്താണ് ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയാണ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി, ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യണമെന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ സത്യജിത് റായ്ക്ക് മനസ്സിലായി. വെറുതെ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുന്നത് മാത്രമല്ല, ഒരു ഫേമസ് ആയിട്ടുള്ള സ്റ്റാറിന് എങ്ങനെയാണോ റെസ്പെക്റ്റ് കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഇത് ഫേമസ് ആയിട്ടുള്ളൊരു ആനിമൽ ആക്ടറിനും റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത് മനസ്സിലായി. മാത്രമല്ല ആ ഒരു ആനിമൽ ആക്ടേഴ്സിന് എന്തുകൂടി ഉണ്ടെന്നാണ് പറയുന്നത്? സ്റ്റാൻഡിൻ. എന്താണ് ഈ സ്റ്റാൻഡിൻ എന്ന് പറഞ്ഞാൽ? ഡ്യൂപ്പ്. അപ്പോൾ സ്റ്റാൻഡിന് എന്താണെന്ന് ചിലപ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു പാരഗ്രാഫ് വന്നിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റാൻഡിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടർ, അയാളുടെ സെയിം ഫിസിക്കൽ ഫീച്ചറുള്ള ഒരാളെയാണ് നമ്മൾ ഇതെന്ന് പറയുക, സ്റ്റാൻഡിൻ എന്ന് പറയുക. അപ്പോൾ ആനിമൽ ആക്ടേഴ്സ്, അതായത് മൃഗങ്ങൾ, ആക്ടറായി അഭിനയിക്കുന്ന മൃഗങ്ങൾ ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു മൃഗങ്ങൾക്കും എന്തുണ്ട്? ഡ്യൂപ്പ് ഉണ്ട്, സ്റ്റാൻഡിൻ ഉണ്ട് എന്നാണ് പറയണത്. നോക്കിയേ,
Getting trained animals is really a challenge in film industry. അപ്പോൾ എന്താണ് ട്രെയിൻഡ് ആയിട്ടുള്ള അനിമൽസിനെ കിട്ടാന്ന് പറയുന്നത് എന്താണ് ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, സത്യജിത് റോയ് ഈസ് നറേറ്റിംഗ് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് വാസ് ഫോർ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ടു ഗെറ്റ് സം ട്രെയിൻഡ് റേവൻസ്. അപ്പോൾ സത്യജിത് റോയ് എന്താണ്, ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്, അയാളും എന്താണ് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്, ഹോളിവുഡിലുള്ളൊരു ഡയറക്ടറാണ്. അപ്പോൾ ഇയാളുടെ ഒരു ഫിലിം ഉണ്ട്, ആ ഫിലിമിൻ്റെ പേരാണ് ദി ബേർഡ്സ്. അപ്പോൾ ഈ ബേർഡ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ എന്താണ് റേവൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബലിക്കാക്ക എന്നൊക്കെ പറയില്ല, അപ്പോൾ അതാണ് ഈ റേവൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ റേവൻസിന് 100 റേവൻസ് വേണം ആ ഒരു ഫിലിമിലോട്ട്. അപ്പോൾ അതിനെ കിട്ടാൻ വേണ്ടി എന്താണ് നമ്മുടെ ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്താണ് കുറേ അധികം കഷ്ടപ്പെടുന്നുണ്ട്. കാരണം എന്താ ട്രെയിൻ ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ആര് പറയുന്നുണ്ട്, നമ്മുടെ സത്യജിത് റോയ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എന്തിലുണ്ട് ടെക്സ്റ്റ് ബുക്കിലാണ്, നിങ്ങൾ അത് വായിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് അഗെയിൻ എ ടയറിംഗ് ടാസ്ക്. അപ്പോൾ ഇന്ത്യയിലും എന്താണ് ഈ ട്രെയിൻഡ് ആയിട്ടുള്ള അനിമൽസിനെ കിട്ടാന്ന് പറയുന്നത് എന്താണ് കുറച്ച് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഇനി നോക്കിയേ, in Padar Panjali, Roy managed to get a trained police dog to enact the role of Bulo. അപ്പോൾ പാദർ പാഞ്ചാലി എന്ന് പറയുന്ന ഒരു സിനിമയിൽ നമ്മുടെ സത്യജിത് റോയ് എന്താണ് ഒരു ഡോഗ്, അതൊരു പോലീസ് ഡോഗിനെ കൊണ്ടാണ് ആ ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചേക്കുന്നത്. ആ ഒരു ഡോഗിൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് എന്ത് ഭൂലോ. അപ്പോൾ അതിനെ അഭിനയിപ്പിക്കാനും എന്താണ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറയണത് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, in Gobi Gaine Baga Baine, he was supposed to collect a trained tiger to shoot a scene in the forest. അപ്പോൾ ഇത്രയും നേരം എന്താണ് നമുക്ക് ബേർഡ്സിന് വേണ്ടി വന്നത്, റേവൻസിന് വേണ്ടി വന്നു, പിന്നെ എന്താണ് ഡോഗിന് വേണ്ടി വന്നു, ഡോഗിനാണല്ലേ മെയിനായിട്ട് വേണ്ടി വന്നത്. പക്ഷേ ഇനി ആൾക്ക് വേണ്ടത് ഗൂബി ഗൈനെ ബാഗ ബൈനെ എന്ന് പറഞ്ഞാൽ അയാളുടെ സിനിമയിലോട്ട് എന്തിനു വേണം, ഒരു ടൈഗറിനെ വേണം. എന്തിനു വേണം, ഒരു ടൈഗറിനെ വേണം അഭിനയിപ്പിക്കാനായിട്ട്. ലൈക്ക് എന്താണ് ആ ഒരു ടൈഗറിനെ ഫോറസ്റ്റിൽ കാണിക്കണം, ഒരു ബാംബു ഗ്രോവിൽ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തിനു വേണം, ഒരു ടൈഗറിനെ വേണം. ഇനി നോക്കിയേ, ഹിസ് ഓൺലി ഓപ്ഷൻ വാസ് ടു അപ്രോച്ച് എ സർക്കസ് കമ്പനി. അപ്പോൾ എന്താണ് അയാളുടെ ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സർക്കസ് കമ്പനിനെ അപ്രോച്ച് ചെയ്യാം അല്ലേ, അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, കാട്ടി കൊണ്ടുപോയി പിടിച്ചുകൊണ്ട് വന്നിട്ട് ട്രൈ ചെയ്തെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു സർക്കസ് കമ്പനിനെ എന്താണ് അപ്രോച്ച് ചെയ്യാന്നുള്ളതായിരുന്നു, ബന്ധപ്പെടാന്നുള്ളതായിരുന്നു എന്ത് ആകെയുള്ളൊരു ഓപ്ഷൻ. ഓക്കെ, from Bharat Circus he got a trained tiger, but it was trained only to perform in the ring and not in open areas. അപ്പോൾ ഭാരത് സർക്കസ് എന്ന് പറഞ്ഞൊരു സർക്കസിൽ നിന്ന് എന്ത് കിട്ടുകയാണ്, നമ്മുടെ റായ്ക്ക് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ടൈഗറിനെ കിട്ടുകയാണ്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ട്, അവിടെ സർക്കസിൽ ടൈഗർ ആയതുകൊണ്ട് എന്താണ് അവിടെയുള്ള റിങ്ങിൽ അത് അവിടെ പെർഫോം ചെയ്യും, ഓക്കെ അതിനൊക്കെ ഓക്കെയാണ്. പക്ഷേ പുറത്തോട്ട് ഒരു ഓപ്പൺ സ്പേസിലോട്ട് ആരും ഇതുവരെ ഇറക്കിയിട്ടില്ല, ആ ഒരു ടൈഗറിന് ഇതുവരെ ഇറക്കിയിട്ടില്ല. അതും എന്ത് ബുദ്ധിമുട്ട്, ആർക്ക് ബുദ്ധിമുട്ടാണ്, നമ്മുടെ റായ്ക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ് ചെയ്യണേ നോക്കാം കേട്ടോ. ദി റിംഗ് മാസ്റ്റർ മിസ്റ്റർ തോററ്റ് was all set to take the tiger to the location in Nottingham. അപ്പോൾ എന്താണ് നമ്മുടെ റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള തോററ്റ് ആൾ എന്താണ് വളരെ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ടൈഗറിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് ആ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നുള്ള രീതിയൊക്കെ അതിനൊക്കെ ഒരു സൊല്യൂഷനൊക്കെ ഉണ്ടാക്കി. സൊല്യൂഷൻ എന്താണെന്ന് ടീച്ചർ വേഗം ഒന്ന് പറഞ്ഞുതരാം. അതായത് ടൈഗറിൻ്റെ മേത്ത് എന്ത് ചെയ്യും, ഒരു കോളർ, നെക്കിൽ എന്ത് ചെയ്യും, ഒരു കോളർ ധരിപ്പിക്കും. എന്നിട്ട് അതിനെന്ത് ചെയ്യും, ഒരു വയറായിട്ട് കണക്ട് ചെയ്ത് അത് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കിയിട്ട് ആര് വരും, നമ്മുടെ തോററ്റ് എങ്ങോട്ട് വരാണ്, ആ ഒരു ലൊക്കേഷനിലോട്ട് വരാണ്. നോക്കിയേ, ഹി ഹാഡ് ടു ടൈഡ് എ തിൻ വയർ അറൗണ്ട് ഹിസ് നെക്ക് ആൻഡ് കവേർഡ് വിത്ത് എ ടൈഗർ സ്കിൻ കോളർ. അപ്പോൾ എന്താണ് ഒരു വയറ് കെട്ടിയിട്ട് അതിനെന്ത് ചെയ്യും, ഒരു കോളർ കൊണ്ട് എന്ത് ചെയ്യും, കവർ ചെയ്യും. എന്നിട്ട് വേറൊരു വയറും കൂടി, ഒരു അയൺ റോഡ് കൂടി അറ്റാച്ച് ചെയ്യണം, ഞാൻ അറ്റാച്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞത്, അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഇനി Roy and his team got ready for a tiger shot. The tiger was about to walk sedately in the forest in a dignified manner. അപ്പോൾ എന്താണ് റായും റായുടെ ടീമും എന്താണ് ആ ഒരു ഷോട്ട് എടുക്കാൻ റെഡിയായി. അപ്പോൾ ടൈഗർ എങ്ങനെയാണ് അതിൽ അഭിനയിക്കേണ്ടത്, അതായത് ഇവിടെ നോക്കിയേ, സെഡേറ്റ്ലി എന്ന് വെച്ചാൽ എന്താണ് മയക്കുന്ന രീതിയിൽ, ഡിഗ്നിഫൈഡ് മാനർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ എന്താണ് ടൈഗർ നടന്നു പോകണം. നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട സീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂബി ബാഗ എന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ 2 പേര് എന്താണ് ആ ഒരു രാജ്യത്ത് നിന്ന് ആ ഒരു കിങ് എന്താണ് പുറത്താക്കി. അപ്പോൾ ഇവർ 2 പേരും എന്താണ് ഒരു ഫോറസ്റ്റിൽ വെച്ച് കണ്ടുമുട്ടാണ്. അപ്പോൾ ഇവരുടെ കണ്ടുമുട്ടൽ തന്നെ എന്താണ് ഒരു ടൈഗറിനെയും കൂടെയും കാണുന്നുണ്ട്. അപ്പോൾ ഇവർ ആദ്യമായിട്ട് കാണുന്നതും പിന്നെ ആ ഒരു ടൈഗറിൻ്റെ അപ്പിയറൻസ് ഒക്കെ ഒരുമിച്ചാണ്. അപ്പോൾ ഇവരൊരു ടൈഗറിനെ കണ്ട് പേടിക്കുന്നു, അത്രേ ഉള്ളൂ. ടൈഗർ ഒരു അറ്റാക്ക് ചെയ്യുന്ന സീൻസ് ഒന്നും ഇല്ല. എന്താ ടൈഗർ ഒരു ബാംബു ഗ്രോവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നു, അതേപോലെ തന്നെ തിരിച്ചു പോകുന്നു, അത്രയാണ് സീൻ. അപ്പോൾ ഇത് എന്താണ് ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നോക്കിയേ, but when Mr. Thorat unfastened the cage, it sprang out and started prancing around.
അപ്പോൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തോററ്റ് എന്താണ് ആ ഒരു കേജിൻ്റെ ഡോറ് തുറന്നപ്പോൾ എന്താണ് നമ്മുടെ പുലി നമ്മുടെ ടൈഗർ അല്ലേ, ടൈഗർ നേരെ സ്പ്രാങ് ഔട്ട്സൈഡ് സ്ഥലം എന്താണ് പുറത്തോട്ട് കുതിച്ച് ചാടി വന്നു. എന്നിട്ട് എന്താണ് പ്രാൻസിങ് സ്ഥലം എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. മനസ്സിലായ? ലൈക്ക് അതിന് എന്താണ് ഒരു എന്തൂസിയാസം ഉണ്ടാവില്ലേ, എന്തൂസിയാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആകാംക്ഷ ഉണ്ടാവും പുറത്തോട്ട് വരാൻ അല്ലേ. ഇത്രയും നാൾ കേജിൻ്റെ ഉള്ളിലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പുറത്തോട്ട് വരാനുള്ള ഒരു ആകാംക്ഷയിൽ എന്താണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കിയേ, ലേറ്റർ ദേ മാനേജ് ടു take some shots but the camera had failed to work properly. അപ്പോൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആ സംഭവങ്ങളൊക്കെ ശരിയാക്കി എങ്ങനെയൊക്കെ എന്താണ് ആ ഒരു ടൈഗറിനൊന്ന് കാമാക്കി നമ്മുടെ ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോഴാണ് എന്ത് ആ ഒരു ഷോട്ട് ആകെ ഡാർക്കായിപ്പോയി. ആ സമയത്ത് എന്താണ് ക്യാമറ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല. ഇനി നോക്കിയേ, when they came to know of this they made a second attempt in the village called Boral and succeed. അപ്പോൾ പിന്നെ ലാസ്റ്റ് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇവരെന്താണത് ഫെയിൽഡ് ആയി എന്ന് മനസ്സിലായപ്പോൾ ഒരു പ്രാവശ്യം കൂടി എന്താണ് അത് ഷൂട്ട് ചെയ്യാണ്, അത് സെറ്റ് ആവുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് ഇൻസിഡൻസ് ഉണ്ട്. ഇത് ഓൾറെഡി അവസാനിച്ചു, അതിൽ കുറച്ച് ഇൻസിഡൻസ് ഉണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. സെക്കൻഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടെല്ലാം നടക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഇതുണ്ട്, ലൈക്ക് അവിടെയുള്ള വില്ലേജസ് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരും, ഈ ഒരു ലൊക്കേഷനിലോട്ട് വരും. അപ്പോൾ ഈ ലൊക്കേഷനിലോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഡയറക്ടറും ക്രൂ ഒക്കെ പറയും കുറച്ച് മാറി നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവർ കേൾക്കില്ല. പക്ഷെ നമ്മുടെ ടൈഗറാണ് ഇവരൊക്കെ ഓടിക്കുന്നത്. ലൈക്ക് ടൈഗർ എന്താണ് പുറത്തോട്ട് കേജ് തുറന്ന് പുറത്തോട്ട് വരുന്ന സമയത്ത് നേരെ ആരുടെ അടുത്തോട്ട് പോകും, വില്ലേജസിൻ്റെ അടുത്തോട്ട് പോയി അവരൊക്കെ ഓടിപ്പോകും ടൈഗറിനെ കണ്ടിട്ട്. പക്ഷേ വേറെ പ്രശ്നമൊന്നും ആരും ഉണ്ടാക്കില്ല, നമ്മുടെ ഈ ഒരു ടൈഗർ ഉണ്ടാക്കില്ല. നമ്മുടെ ടൈഗർ എന്ത് ചെയ്യും, നേരെ ടൈഗർ ഒരു പ്രശ്നവും ഇല്ലാതെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നേരെ ആരുടെ അടുത്തോട്ട് തന്നെ വരും, തോററ്റിൻ്റെ അടുത്തോട്ട് തന്നെ വരും. അങ്ങനെയാണ് എന്ത് അവസാനിപ്പിക്കുന്നത്, ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സമ്മറി. നിങ്ങൾ ഈ സമ്മറി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. സമ്മറി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും 7 മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണെന്ത് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്, ഇത്രയാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിൽ തന്നെ ഇനി ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് നമ്മുടെ തോററ്റിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. ഇതിൽ ചോദിക്കുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണത് തോററ്റിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ നമുക്ക് ആ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് നോക്കിയാലോ. തോററ്റ് എന്ന് പറയുന്നത് ആരായിരുന്നു ഈ റിംഗ് മാസ്റ്റർ അല്ലേ. ആ ഒരു എന്തിനെ കൊണ്ടുവന്ന ആ ഒരു ടൈഗറിനെ കൊണ്ടുവന്ന ആ ഒരു റിംഗ് മാസ്റ്റർ ആണ് ആര്, തോററ്റ്. നോക്കാം. Mr. Thorat is one of the most important characters of സത്യജിത്ര's memoir Project Tiger. അപ്പോൾ തോററ്റ് എന്ന് പറയുന്നത് ആരാണ്, സത്യജിത്രയുടെ മെമ്മോയർ ആയ പ്രൊജക്ട് ടൈഗറിൽ ഒരു മെയിൻ ക്യാരക്ടറാണ്. ഇനി he is the ringmaster of Bharat Circus. അയാൾ എന്താണ്, ഭാരത് സർക്കസിലെ റിംഗ് മാസ്റ്റർ ആണ്. He is a South Indian, very well built with features somewhat like those of a Nepali. അപ്പോൾ എന്താണ് അയാൾ, എന്താണ് ഒരു സൗത്ത് ഇന്ത്യൻ ആണ്, വെരി വെൽ ബിൽറ്റ് എന്ന സ്ഥലം എന്താണ്, ലൈക്ക് ഫിറ്റ് ആണ്, ബോഡിയൊക്കെ ഫിറ്റ് ആണ്. റിംഗ് മാസ്റ്റർ ആണെന്ന് പറയുമ്പോൾ എന്താണ്, ബോഡിയൊക്കെ അത്യാവശ്യം ഫിറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആണ്. പിന്നെ ഇയാളെ കാണാൻ എന്തിൻ്റെ പോലെ ഇരിക്കുന്നതാണ് പറയുന്നത്, ഒരു നേപ്പാളിലുള്ള ആൾക്കാരില്ല, അയാളുടെ പോലെ അവരുടെ പോലെയാണ് ഇരിക്കണേന്നാണ് പറഞ്ഞിട്ട് ഇയാളെ കാണാനായിട്ട്. നെക്സ്റ്റ് നോക്കിയേ, he is not more than 14 years old and he is in charge of the risky task of training and keeping wild animals in the circus company. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ അയാൾക്ക് എന്താണ് 40 വയസ്സിൽ കൂടുതൽ പ്രായമൊന്നുമില്ല. എന്താണ് 40 വയസ്സിൽ കൂടുതൽ പ്രായമൊന്നുമില്ല. പിന്നെ ആ ഒരു സർക്കസ് കമ്പനിയിൽ, ഇത് സർക്കസ് കമ്പനിയിലെ ഭാരത് സർക്കസ് കമ്പനിയിൽ എന്താണ് വൈൽഡ് ആയിട്ടുള്ള അനിമൽസിനെ എന്താണ് കീപ്പ് ചെയ്യണം, അതായത് സംരക്ഷിച്ച് സൂക്ഷിക്കണതും പിന്നെ അത് മാത്രമല്ല അവർക്ക് ട്രെയിനിങ് കൊടുക്കണതും അവരുടെ വെച്ചുള്ള റിസ്കി ടാസ്കുകളൊക്കെ ചെയ്യണതൊക്കെ ആരെന്നെയാണ്, ഈ തോററ്റ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്, he has undergone many tiger attacks and he has their scars on his hand. അതായത് അയാൾക്ക് എന്താണ് കുറേയധികം ടൈഗറിൻ്റെ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ എന്താണ് ഒരു ഓർമ്മയായിട്ട് അയാളുടെ കയ്യിൽ എന്നിട്ട് സ്കാർസ് ഉണ്ടെന്നാണ് ഈ സ്കാർസ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു മുറിവ് വന്നിട്ട് അത് പോകുമ്പോൾ ഒരു പാടുണ്ടാവില്ല നമ്മുടെ കയ്യിൽ, അതിനാണ് സ്കാർസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്കാർസ് ഒക്കെ അയാളുടെ കയ്യിലുണ്ട്. ഓക്കെ, he brings 2 tigers instead of 1 to the shooting location. അപ്പോൾ അയാൾ എന്താണ് ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് ഒന്നിന് പകരം എത്ര ടൈഗറിനെ കൊണ്ടുവരും, 2 ടൈഗേഴ്സിനെയാണ് കൊണ്ടുവരുന്നത്. if one tiger does not behave well, the other one can be used. അപ്പോൾ എന്താണ് അയാളുടെ മൈൻഡിൽ എന്തായിരുന്നു, ഒരു ടൈഗർ എന്താണ് ശരിക്കും ബിഹേവ് ചെയ്തില്ല, ശരിക്കും അഭിനയിച്ചില്ലെങ്കിൽ എന്താണ് അടുത്തേന് യൂസ് ചെയ്യുക എന്നുള്ളൊരു ട്രിക്കാണ് ആളുടെ ഒരു ഐഡിയ ആണ് അത്. ഓക്കെ, he seems not to be confident enough about setting his tiger free on their own. ഓക്കെ, അപ്പോൾ എന്താണ് അയാൾ എന്താണ് ഒരു നമ്മുടെ ടൈഗറിന് എന്താണ് പുറത്തോട്ട്
പുറത്തോട്ടൊരു ഓപ്പൺ സ്പേസിലോട്ട് വിടുന്നതിൽ എന്തായിരുന്നില്ല, അത്ര കോൺഫിഡൻ്റ് ആയിരുന്നില്ല. അയാൾ കുറച്ച് പേടി ഉണ്ടായിരുന്നു. കാരണം ടൈഗറുള്ള പ്രശ്നം ഉണ്ടാക്കാനുള്ള രീതിയിൽ എന്താണ് അയാൾ കുറച്ച് പേടി ഉണ്ടായിരുന്നു. ഓക്കെ, ബട്ട് ഹി ഹിംസെൽഫ് സജസ്റ്റ് എ സൊല്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ എന്താണ്, അയാളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. എല്ലാത്തിനും എന്താണ് ഒരു പരിഹാരം കണ്ടുപിടിക്കുകയാണ്. എന്താണ് പരിഹാരം? A thin but strong iron wire can be fixed around the neck of the tiger and it will not be visible to the camera. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഒരു അയണിൻ്റെ ഒരു വയർ എന്ത് ചെയ്യും, ഒരു തിന്നായിട്ടുള്ള വയർ കഴുത്തിൽ അറ്റാച്ച് ചെയ്യേണ്ട അതിൻ്റെ മുകളിൽ കൂടി ഒരു കോളർ ധരിക്കുക. ഇത് തന്നെയായിരുന്നു എന്താ അയാളുടെ പ്ലാൻ. അയാളാണ് ഈ ഒരു പ്ലാൻ പറഞ്ഞത് കേട്ടോ. അതാണ് ഇതിൽ മെൻഷൻ ചെയ്ത് പറയണത്. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ എന്താണ്, അത് ക്യാമറയിൽ വിസിബിൾ ആയിരിക്കില്ല, ക്യാമറയിൽ അത് കാണില്ല. ഇങ്ങനെ ഒരു വയർ ധരിച്ചേക്കുന്നത് ക്യാമറയിൽ കാണില്ല, കോളർ ഉള്ളതുകൊണ്ട് തന്നെ. He is seen very much frightened and helpless that the unexpected misbehavior of the tiger. അപ്പോൾ എന്താ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്താണ് പെട്ടെന്ന് നമ്മുടെ ആ ഒരു ടൈഗറിൻ്റെ മിസ്ബിഹേവിയർ കാണുമ്പോൾ പെട്ടെന്ന് പേടിച്ചു എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് പേടിച്ചു, ആകെ പാനിക്കായി, ആളാകെ പാനിക്കായി. മാത്രമല്ല ഹി ഫെയിൽസ് ടു കൺട്രോൾ ദി ആനിമൽ വെൻ ഇറ്റ് ടേൺഡ് വയലന്റ്. അപ്പോൾ എന്താണ് ആ ഒരു അനിമൽ എന്താണ് കുറച്ച് വയലൻ്റ് ആയപ്പോൾ ഇയാൾക്ക് എന്താണ് അതിനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഓക്കെ, but Mr. Thornton is hardworking and adventurous and a man of high regard for others. അപ്പോൾ എന്താണ്, പക്ഷെ തോററ്റ് എന്താണ് ഭയങ്കര ഹാർഡ് വർക്കിങ്ങും അഡ്വെഞ്ചറസും, പിന്നെ നമ്മൊരു വാക്ക് പറഞ്ഞാൽ അവരോട് എന്താണ് ഒരു വാക്ക് പാലിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ് ആര്, നമ്മുടെ തോററ്റ് എന്ന് പറയുന്നത്. When the first shooting attempt to fail, he Readley agrees to take the risk of bringing the tigers for the second time. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഷൂട്ടിങ് ഫെയിൽ ആയപ്പോൾ അയാൾ എന്താണ് ഒരു മടിയും കൂടാതെ സെക്കൻഡ് ടൈമും ആയൊരു ടൈഗേഴ്സിനെ കൊണ്ടുവരാമെന്ന് എന്ത് പറയാണ്, ഉറപ്പ് കൊടുക്കുകയാണ് അവിടെ. സെക്കൻഡ് ടൈം എന്ത് ചെയ്യുക, ആ ഒരു ടൈഗറിനെ കൊണ്ടുവരാമെന്ന് ആരും ഉറപ്പ് കൊടുക്കുകയാണ്, നമ്മുടെ തോററ്റ് ഉറപ്പ് കൊടുക്കുകയാണ്. ഹി ഈസ് വെരി കോപ്പറേറ്റീവ് പേഴ്സൺ ആൻഡ് വിത്തൗട്ട് ഹിസ് കോപ്പറേഷൻ റൈസ് ഫിലിം ഗൂബി ഗൈനെ ബാഗാ ബൈനെ വുഡ് നോട്ട് ഹാവ് ബീൻ റിയലൈസ്ഡ്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്താണ് ഭയങ്കര കോപ്പറേറ്റീവ് പേഴ്സൺ, അതായത് ഭയങ്കരമായിട്ട് സഹകരിക്കുന്ന ഒരാളാണ്. അയാളുടെ സഹകരണം ഇല്ലെങ്കിൽ എന്താണ് ഈ ഒരു സിനിമയായിട്ടുള്ള ഗൂബി ഗൈനെ ബാഗാ ബൈനെ എന്ന് പറഞ്ഞ ഒരു സിനിമ എന്താണ് സത്യജിത്രയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, അതായത് ഇറക്കാനായിട്ടില്ല, അത് നടക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ തോററ്റിൻ്റെ എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഞാൻ പറയാൻ പോണത് ഇതിന് എപ്പോഴും ചോദിക്കണം, എക്സാമിന് മിക്കപ്പോഴും ചോദിക്കാറുള്ള റിപ്പീറ്റഡ് ആയിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസുകൾ നോക്കി എടുത്ത് പഠിച്ച് വെക്കാം കേട്ടോ. അതായത് ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇമാജിൻ യു ആർ എ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് യു വർ പ്രസന്റ് അറ്റ് ദ ലൊക്കേഷൻ വേർ സത്യജിത് റായ് ഹാഡ് ഷോട്ട് ദ സീൻ വിത്ത് ടൈഗർ, പ്രിപ്പയർ ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ എന്തായിട്ട് എഴുതണം, ഒരു ന്യൂസ് റിപ്പോർട്ടായിട്ട് എഴുതണം. അപ്പോൾ ഇതെന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സമ്മറി പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും, ഈ ന്യൂസ് റിപ്പോർട്ട് എഴുതാനായിട്ട് പറ്റും അല്ലേ. സമ്മറി പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, ഈ ന്യൂസ് റിപ്പോർട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, Satyajit Ray goes to meet the manager of Bharat Circus to get Tiger for his new film. Prepare the likely conversation between them in the at least 5 exchanges. അതായത് ഇവിടെ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സത്യജിത് റായ് എന്താണ് മാനേജറിൻ്റെ അടുത്തോട്ട് പോവാണ്, ഭാരത് സർക്കസിൻ്റെ മാനേജറിൻ്റെ അടുത്തോട്ട് പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ടൈഗറിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് സിമ്പിളാണ്, നമുക്ക് ഓൾറെഡി എന്താണ് ചാപ്റ്ററിൽ നല്ലോണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചാപ്റ്റർ തന്നെ നല്ലോണം ഒന്ന് വായിച്ചാൽ മതി. സമ്മറി പഠിച്ചാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഈ ഒരു കോൺവെർസേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് മാനേജർ എന്താണ് എന്തിനു വന്നൊന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് കാര്യം, പിന്നെ ഏതാണ് സീൻ എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കുക അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ വേണമെങ്കിൽ എന്താണ് എങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം അവിടെ. അപ്പോൾ അത് സിമ്പിളാണ്. നെക്സ്റ്റ് നോക്കിയേ, Satyajit Ray made a elaborate preparations for the shooting of the scene with the tiger in his film Goobi Gaine and Baga Baine. In the light of reading the memoir Project Tiger, prepare a write-up on a difficulties faced by Ray in the making of a film. ഇത് നോക്കി, ഇത് റൈറ്റപ്പ് ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് റൈറ്റപ്പ് എഴുതാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു റൈറ്റപ്പിൻ്റെ ക്വസ്റ്റ്യൻ അത് സമ്മറി തന്നെയാണ്, ഏകദേശം സമ്മറി തന്നെയാണ്. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു റായുടെ ഡിഫിക്കൽട്ടീസ് കുറച്ചും കൂടി മെൻഷൻ ചെയ്ത് എഴുതണം. ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണ്, റായുടെ ഡിഫിക്കൽട്ടീസിനെ പറ്റി എഴുതണം. അപ്പോൾ അത് കുറച്ചും കൂടി മെൻഷൻ ചെയ്ത് എഴുതിയാൽ മതി. സമ്മറി തന്നെ എഴുതിയാൽ മതി, ആ ഒരു ഡിഫിക്കൽട്ടീസ് കുറച്ചും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അതാണ് റൈറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇനി Satyajit Ray arranged a press meet soon after the shooting of his film Goobi Gaine Baga Baine. You are the one of the reporters present on the occasion. Prepare 6 questions that you may ask Ray about the shooting. Interview questions ആണ്. അതായത് ഈ ഒരു സിനിമേനെ പറ്റി എന്താണ് ആളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു എന്താണ് ഒരു
6 ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറഞ്ഞേക്കണത്. അത് സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും ചോദിക്കാനായിട്ട് പറ്റും. പക്ഷെ ആരും എന്താണ് ഹൗ ആർ യു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കരുത്. എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം കേട്ടോ. ഇനി no one can beat Hollywood when it comes to making films with animals in them. In the light of your reading of Satyajit Ray memoir Project Tiger, write paragraph on the way Hollywood treated animal actors. Simple ആണ്. അതായത് ഹോളിവുഡും അനിമൽ ആക്ടേഴ്സും അതിനുള്ള ഒരു കാഴ്ചപ്പാട്, നമ്മുടെ റായുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു, ഹോളിവുഡിനെ കുറിച്ചും അതിൽ അഭിനയിക്കുന്ന അനിമൽ ആക്ടേഴ്സിനെ കുറിച്ചും റായുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു, അതാണ് ക്വസ്റ്റ്യൻ. അതൊരു ജസ്റ്റ് ഒരു പാരഗ്രാഫായിട്ട് എഴുതുക. അത് സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഹോളിവുഡിൽ ആ ഒരു ഡിസ്നി സ്റ്റുഡിയോയിൽ പോയപ്പോണ്ടായ കാര്യങ്ങൾ എഴുതുക. പിന്നെ ആ ഹോളിവുഡിൽ എന്താണ് ആൽഫ്രഡ് ഹിച്ച്കോക്കിനെ പറ്റി എഴുതുക. പിന്നെ അത് മാത്രമല്ല നമ്മൾ അൽസിയേഷൻ ഡോഗിനെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.